Good morning, students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ ചാപ്റ്റർ 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇതിലെ ഫോക്കസ് ഏരിയ മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് നന്നായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 6 മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ എക്സ്ട്രാ ചോയ്സിനുള്ള 6 മാർക്കിനുള്ള ക്വസ്റ്റ്യനും കൂടി ഉള്ളത് കൊണ്ട് 12 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ ഫോക്കസ് ഏരിയയിലുള്ള കണ്ടന്റും അതുകൂടാതെ കുറച്ച് പ്രോബ്ലംസും ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയയിലുള്ളത് എന്ന് നോക്കാം. ഫോക്കസ് ഏരിയയിൽ ഉള്ള ടോപ്പിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, capacitors and capacitance, the parallel plate capacitor, combination of capacitors, അത് സീരീസും ഉണ്ട് പാരലലും ഉണ്ട്, പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പൊ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് the work done to bring a point charge from infinity to a point, അല്ലെങ്കിൽ the work done to bring +1 coulomb charge from infinity to a point. അതിനെ പൊട്ടൻഷ്യലിനെ യൂഷ്വലി V എന്നാണ് എക്സ്പ്രസ് ചെയ്യാറ്. V is equal to work done per charge, W/Q. ഇങ്ങനെ വിനെ എക്സ്പ്രസ് ചെയ്യാം. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് വോൾട്ട്, V എന്ന സിമ്പിൾ ആണ് അതിനുള്ളത്. അതിനെ ജൂൾ പെർ കൂളം എന്നും പറയാം. എന്തുകൊണ്ടാ? വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾ അല്ലേ, ചാർജിന്റെ യൂണിറ്റോ കൂളംബാണ്. അപ്പോ വർക്ക് ഡൺ പെർ ചാർജ് എന്നായതുകൊണ്ട് ജൂൾ പെർ കൂളം എന്ന യൂണിറ്റോ അതിന് കൊടുക്കാം. പിന്നെ ഈ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് കുറച്ചുകൂടി പരിചിതമാണ് അല്ലെ. വോൾട്ടേജിനെയൊക്കെ നമ്മൾ എത്ര വോൾട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇനി നമ്മൾ കറന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതേ കൺസെപ്റ്റ് തന്നെ ആയിരിക്കും. അതിനെ വോൾട്ടേജ് എന്നും പറയാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വർക്ക് ഡൺ ടു ബ്രിങ് +1 coulomb charge from infinity to a point. അപ്പോ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ചാർജ് ഉണ്ട് Q. ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഒരു സോഴ്സ് ചാർജ് ആണ്. ഒരു ചാർജ് ഒരു പ്ലേസിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഇവിടേക്ക് നമ്മൾക്ക് ഒരു 1 coulomb ചാർജ് ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളൊരു ചെറിയ ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടോ, ഈ Q എന്ന് പറയുന്ന ചാർജ് പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ +1 കൂളം ചാർജ് ഇവിടേക്ക് കൊണ്ടുവരുമ്പോ എന്താ സംഭവിക്കുക? ഇത് റിപ്പൽ ചെയ്യും അല്ലെ. അപ്പൊ ഇതിന് അടുത്തേക്ക് വരാൻ പറ്റാതെ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഫലമായി ഈ 1 കൂളം ചാർജിനെ ഈ +Q ചാർജിന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ ബലമായി കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെറിയൊരു ദൂരം കണ്ടോ, ΔR ഓർ DR, ചെറിയൊരു ദൂരം ഈ +1 കൂളം ചാർജിനെ കൊണ്ടുവരിക എന്ന് വിചാരിച്ചു. ചെറിയൊരു ദൂരം നീക്കണമെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അത് നമുക്കറിയാം. DW is equal to FDR. അപ്പൊ ചെറിയ വർക്ക് DR എന്ന് പറയുന്ന ചെറിയ ദൂരം ഈ +1 കൂളം ചാർജിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അതിന് ചെയ്യുന്ന ചെറിയ വർക്ക് DW is equal to FDR. ഇനി വർക്ക് ഡൺ ടു ബ്രിങ് +1 കൂളം ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. അപ്പൊ ദ ടോട്ടൽ വർക്ക് ഡൺ ടു ബ്രിങ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് കാണണമെങ്കിൽ ഇതേ എക്സ്പ്രഷനെ തന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ആറിന് ഇൻഫിനിറ്റി ടു R എന്ന ദൂരം വരെ ഉണ്ടോ, ഈ R എന്ന ദൂരം വരെ. അപ്പൊ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു P എന്ന പോയിന്റിലേക്കാണ് ഈ ചാർജിനെ കൊണ്ടുവരുന്നത്. അപ്പൊ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു R FDR. നമ്മൾ എഫിന്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, കൂലോംസ് ലോ.
എന്താണ് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്? 1/4 pi epsilon naught Q1 Q2 by R square അല്ലെ? അപ്പൊ ഇവിടെ ഒരു ചാർജ് ക്യാപിറ്റൽ Q ആണ്, മറ്റേ ചാർജ് 1 ആണ്. അപ്പൊ F is equal to 1/4 pi epsilon naught Q into 1/R square ഉണ്ട്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു R ഡിനോമിനേറ്ററിലുള്ളത് പോകും. അപ്പൊ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടുന്നത് എന്താണ്? V is equal to 1/4 pi epsilon naught Q by R. That is the work done in bringing unit positive charge from infinity to a point. അപ്പൊ R എന്ന ദൂരത്തിൽ ഉള്ള പൊട്ടൻഷ്യൽ, അതായത് സോഴ്സ് ചാർജ് Q കാരണം R എന്ന ദൂരത്തിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4 pi epsilon naught Q by R. അപ്പൊ നിങ്ങള് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ is equal to W by Q, or the electrostatic potential at a point due to a point charge എത്രയാണെന്ന് ചോദിച്ചാല് the work done to bring unit positive charge from infinity to a point. എന്നിട്ട് ഈ എക്സ്പ്രഷൻ എഴുതുക. E of R is equal to 1/4 pi epsilon naught Q by R. Ni deduce an expression for the electric potential due to a point charge എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫിഗറും വരയ്ക്കണം, അതുപോലെ ഈ ഡെറിവേഷൻ എഴുതണം. ഇനി ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാ? വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ? നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് E is equal to F by Q. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാ? F ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് എന്തുകൊണ്ടാ സ്കെയിലാർ ക്വാണ്ടിറ്റി? ഇവിടെ വർക്ക് ഡൺ ബൈ Q ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇപ്പൊ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. 2 point charges Q1 is equal to 10 into 10 raised to minus 8 coulomb and Q2 is equal to minus 2 into 10 raised to minus 8 coulomb are separated by a distance of 60 centimeter in air. What is the distance from the first charge where the electric potential will be 0? At what distance from the first charge? അതായത് Q1 ൽ നിന്ന് എത്ര ദൂരത്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുന്നത്? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്, Q1 Q2. Q1ന്റെ ചാർജ് 10 into 10 raised to minus 8 coulomb, Q2ന്റെ ചാർജ് minus 2 into 10 raised to minus 8 coulomb. അവ തമ്മിലുള്ള ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ്? 0.6 മീറ്റർ. അത് നമ്മൾ R എന്നെടുത്തു. ഇനി ഏത് പോയിന്റിലാണ് Q1 ൽ നിന്ന് എത്ര ദൂരെയാണ് ഇത് രണ്ടും കൂടിയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എടുക്കുകയാണ് Q1 ൽ നിന്നും X എന്ന ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് P. ഈ പോയിന്റിലാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആവുക എങ്കിൽ നമ്മൾ X എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഫോഴ്സ് പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു. അപ്പോഴൊക്കെ എന്താ പറഞ്ഞത്? ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഓരോ ചാർജ് കാരണവും എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അതിനെയൊക്കെ വെക്റ്റർ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യണം. പക്ഷെ ഇത് പൊട്ടൻഷ്യൽ സ്കെയിലാർ അല്ലേ? അപ്പൊ ഓരോ ചാർജ് കാരണം അവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാണ് അതിന് സാധാരണ സ്കെയിലാർ അല്ലെങ്കിൽ സാധാരണ നമ്പറുകൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം Q1 കാരണമുള്ള പൊട്ടൻഷ്യലിന് നമ്മൾ V1 എന്നെടുത്തു. Q2 കാരണമുള്ള പൊട്ടൻഷ്യലിന് V2 എടുത്തു. രണ്ടും കൂടി കൂട്ടിയാൽ P എന്ന പോയിന്റിൽ 0 ആയിരിക്കണം പൊട്ടൻഷ്യൽ. അപ്പൊ V1 plus V2 is equal to 0 എന്നെടുത്തു. ഇനി V1 എത്രയാണ്? നമ്മൾ പഠിച്ചു 1/4 pi epsilon naught Q by R എന്നാ പറഞ്ഞത്. അപ്പൊ Pയിലേക്കുള്ള ദൂരം ഇവിടെ X ആയതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നു? 1/4 pi epsilon naught Q. ചാർജ് ഇവിടെ Q1 ആണ്. Q1 by X.
പ്ലസ് V2 കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എത്ര 1/4πε0 ചാർജ് Q2 ആണ് ഡിവൈഡഡ് ബൈ ഈ Q2വിൽ നിന്ന് P വരെയുള്ള ദൂരം എത്ര Q1ഉം Q2ഉം തമ്മിലുള്ള ദൂരം 0.6 മീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ Q1 നിന്ന് P വരെയുള്ള ദൂരം x ആണ്. അപ്പൊ ബാക്കിയുള്ള ദൂരം എത്ര ആയിരിക്കും 0.6 മൈനസ് x അല്ലേ ഉണ്ടാവുക. അപ്പോ 0.6 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്നെടുത്തു. അപ്പൊ ഇത് രണ്ടും 0 ആണ്. ഇവിടെ കണ്ടോ 1/4πε0 ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 1/4πε0 ഇൻറ്റു Q1/x പ്ലസ് Q2/0.6 ഇൻറ്റു 0.6 മൈനസ് എക്സ് എന്ന് കിട്ടും. നമുക്കറിയാം 1/4πε0ന്റെ വാല്യൂ 9 × 10⁻⁹ ആണ്. അത് 0 അല്ല. അപ്പോൾ Q1/x പ്ലസ് Q2/0.6 മൈനസ് എക്സ് 0 ആയിരിക്കണം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്നെടുത്തു. ഇനി നമ്മൾ ഈ Q1ന്റെയും എക്സ് വാല്യൂ Q2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 10 × 10⁻⁸/x പ്ലസ് -2 × 10⁻⁸ divided by 0.6 minus x. ഇനി -2 × 10⁻⁸ divided by 0.x minus x നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു. അപ്പോ അത് +2 × 10⁻⁸ 0.6 minus x എന്നാവും. ഇനി 10⁻⁸ ഈ സൈഡിലും ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 0.6 × 10 6 മൈനസ് 10 × x 10x. ഇനി x × 2 2x. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി ഈ -10x നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ 12x ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പൊ x is equal to 6 divided by 12 ആയിരിക്കും. 6 divided by 12 എന്ന് പറഞ്ഞാൽ 1/2 meters. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0.5 മീറ്റർ. 0.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ 50 സെന്റിമീറ്റർ. അപ്പോ Q1ൽ നിന്ന് P വരെയുള്ള ദൂരം എത്രയാണ് 50 സെന്റിമീറ്റർ. അപ്പൊ therefore the electric potential is 0 at a distance 50 centimeter from charge Q1 between the two charges. അപ്പൊ ഈ രണ്ട് ചാർജുകളുടെയും ഇടയിലുള്ള പോയിന്റ് എത്ര ദൂരെയാണ് Q1ന്റെ 50 സെന്റിമീറ്റർ ദൂരെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു കമ്പാരിസൺ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ളത്. വേരിയേഷൻ ഓഫ് ഇ ആൻഡ് വി വിത്ത് ആർ. അപ്പൊ നമ്മൾ ചാർജ് Q കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് പഠിച്ചു. അത് എത്രയായിരുന്നു 1/4πε0 Q/r². ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. ഇനി പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. V is equal to 1/4πε0 Q/r. കണ്ടോ ഈ രണ്ട് എക്സ്പ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇലക്ട്രിക് ഫീൽഡിന് 1/r² എന്നാണ് വേരി ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ആണെങ്കിലോ 1/r എന്നാണ് വേരി ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇവിടെ എക്സ് ആക്സിസിൽ R ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഏത് സോഴ്സ് ചാർജ് ആണോ അതിൽ നിന്നുള്ള ദൂരം R ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ y ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡും എടുത്തിട്ടുണ്ട് പൊട്ടൻഷ്യലും എടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എടുത്തിരിക്കുന്ന ഗ്രാഫ് ഈ ഗ്രേ കളറിൽ കാണുന്ന ലൈനാണ്. പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് ഈ ബ്ലൂ കളറിൽ കാണുന്ന ലൈനാണ്. ഇവിടെ കണ്ടോ ഈ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ഏകദേശം ഒരുപോലെയാണ് വേരി ചെയ്യുന്നത്. R കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് കുറയുന്നു, പൊട്ടൻഷ്യലും കുറയുന്നു. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് കുറയും. 1/r² എന്നാണ് കുറയുന്നത്. പക്ഷെ പൊട്ടൻഷ്യൽ കുറയുന്നതോ 1/r എന്ന രീതിയിലാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കുറയുന്ന അത്രയും പെട്ടെന്ന് കുറഞ്ഞു പോകുന്നില്ല. ഇപ്പോ R എന്ന് പറയുന്ന ദൂരം 2 ആണെന്ന് വിചാരിച്ചോ. 2 മീറ്റർ എവേ ആണെങ്കിൽ പൊട്ടൻഷ്യൽ 1/2 എന്ന രീതിയിലേ കുറയുള്ളൂ. പക്ഷേ ഇലക്ട്രിക് ഫീൽഡോ 1/2² അതായത് 1/4 എന്ന രീതിയിൽ കുറഞ്ഞു പോവും.
അപ്പൊ 6 കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡ് വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകും, പൊട്ടൻഷ്യൽ അത്ര തന്നെ പെട്ടെന്ന് കുറഞ്ഞു പോവില്ല. അതാണ് ഇവ തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം. അപ്പൊ ഈ ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഫോഴ്സിന്റെയും ഇതുപോലെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എത്രയാന്ന് ഓർമ്മയുണ്ടോ? F is equal to 1/4 pi epsilon naught Q1 Q2 by R square. കാരണം അത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഒപ്പം ഒരു ചാർജും കൂടി ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. വാട്ട് ഈസ് എ കപ്പാസിറ്റർ? A capacitor is a device to store charges. അതിൽ എന്തൊക്കെയാണുള്ളത്? It consists of two conductors separated by an insulator. അപ്പോൾ ഒരു ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ. അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ? രണ്ട് പ്ലേറ്റ് അല്ലെങ്കിൽ രണ്ട് കണ്ടക്ടേഴ്സ്, അവയുടെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ. കണ്ടക്ടർ എന്നാൽ എന്താണ്? ചാർജിനെ കടത്തിവിടുന്നവ, ഇലക്ട്രിക് കറന്റിനെ കടത്തിവിടുന്നതിനാണ് കണ്ടക്ടർ എന്ന് പറയാ. മെറ്റൽസ് ഒക്കെ കണ്ടക്ടേഴ്സ് ആണ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാലോ ഇലക്ട്രിക് കറന്റിനെ കടത്തി വിടാത്ത വസ്തുക്കളെ, പ്ലാസ്റ്റിക് ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയല് ഈ രണ്ട് കണ്ടക്ടറിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കപ്പാസിറ്റർ കിട്ടും. What is a capacitor? It's a device to store charges. It contains two conductors separated by an insulator. അതിന്റെ സിമ്പൽ ഇതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ആരോ മാർക്ക് കൂടി അതിലേക്ക് ഇട്ടിരിക്കുന്നു അല്ലെ. ഇത് കാണിക്കുന്നത് വേരിയബിൾ കപ്പാസിറ്ററിനെയാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കപ്പാസിറ്ററിന്റെ വാല്യൂ മാറും. അപ്പോൾ നമ്മൾക്ക് ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള ദൂരം മാറ്റാവുന്ന തരം കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും. അവയെ നമ്മൾ വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയും. അതിനെ കാണിക്കാൻ ഒരു സർക്യൂട്ടിൽ അതിനെ കാണിക്കാനുള്ള സിമ്പിൾ ഈ കപ്പാസിറ്റർ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി. ഇനി കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്നാൽ എന്താണ്? കപ്പാസിറ്റൻസ് C is equal to Q by V. അപ്പൊ നമ്മൾ ഈ കപ്പാസിറ്ററിനെ V എന്ന ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് അപ്ലൈ ഇങ്ങനെ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു V എന്നുള്ള വോൾട്ടേജ് സോഴ്സിലേക്ക്. അപ്പൊ അതിലുണ്ടാവുന്ന ചാർജ് Q ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്ലേറ്റിന് +Q ചാർജ് ആണെങ്കിൽ ഈ പ്ലേറ്റിന് -Q ആയിരിക്കും. അപ്പൊ ഒരേ അളവിലുള്ള ഓപ്പോസിറ്റ് ചാർജുകളാണ് രണ്ട് പ്ലേറ്റിനും ഉണ്ടാവുന്നത്. ആ കപ്പാസിറ്റൻസ് എങ്ങനെയാ നമ്മൾ കാണുക? ചാർജ് ഓൺ വൺ ഓഫ് ദ പ്ലേറ്റ്സ്, ദാറ്റ് ഇസ് Q, divided by the voltage or the electric potential of the source to which it is connected. അപ്പൊ capacitance C is equal to Q by V. ഈ ഫോർമുല പഠിച്ചു വെക്കുക. കാരണം ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും കപ്പാസിറ്റൻസ് വരുന്ന എല്ലാ കാര്യത്തിലും ഇതാണ് ബേസിക് ഫോർമുല ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കപ്പാസിറ്റൻസ്, വാട്ട് ഇസ് എ കപ്പാസിറ്റർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ടു സ്റ്റോർ ചാർജസ് എന്ന് പറയാം. What is capacitance എന്ന് ചോദിച്ചാൽ C is equal to Q by V. C is the capacitance, Q is the charge stored, V is the potential, electric potential. ഇനി കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ്. F എന്നുള്ള ലെറ്ററിലാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഫാരഡ് എന്നുള്ള വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഫാരഡേ എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ഈ ഫാരഡ് എന്നുള്ള യൂണിറ്റ് കപ്പാസിറ്റൻസിന് എടുത്തിട്ടുള്ളത്. ഇനി 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കപ്പാസിറ്റൻസ് ആണ് കേട്ടോ. 1 കൂളംബ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചാർജ് ആണെന്ന് പറഞ്ഞത് അതുപോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പ്രാക്ടിക്കൽ കേസസിലൊക്കെ മൈക്രോ ഫാരഡ്, അതായത് 10⁻⁻⁶ ഫാരഡ്, അല്ലെങ്കിൽ നാനോ ഫാരഡ് 10⁻⁻⁹ ഫാരഡ്, അല്ലെങ്കിൽ പീക്കോ ഫാരഡ് PF എന്ന് കാണിക്കും. അതിന് 10⁻⁻12 ഫാരഡ്. അങ്ങനെയുള്ള യൂണിറ്റ്സ് ആണ് പൊതുവെ ഉപയോഗിക്കാറ്. ഇനി നമ്മൾക്കൊരു ചെറിയ പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ചാർജ് സ്റ്റോർഡ് ഓൺ ഐദർ പ്ലേറ്റ് ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്,
4 into 10 raised to minus 6 farad. എനിക്ക് എങ്ങനെ മനസ്സിലായത് ഇത് കപ്പാസിറ്റൻസ് ആണെന്ന്? കണ്ടോ, ഇതിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്, അതുകൊണ്ടാണ് മനസ്സിലായത്. When connected across a 12 volt battery. അപ്പൊ നമുക്കറിയാം കപ്പാസിറ്റൻസ് C is equal to Q by V. C എത്രയാണ്? 4 into 10 raised to minus 6. V എത്രയാണ്? 12. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? The amount of charge stored. അതായത് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ Q is equal to 12 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പൊ 4 into 12 ചെയ്തു, അപ്പൊ 48 കിട്ടി. അപ്പൊ Q is equal to 48 into 10 raised to minus 6 coulomb. അപ്പൊ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. C is equal to Q by V എന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. ഇനി നമ്മൾക്ക് കാണാനുള്ള ടോപ്പിക് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകൾ പാരലലായി വെക്കുക, അതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയാം. ആ ഇൻസുലേറ്ററിന് പകരം എയറും ആവാട്ടോ, എയർ അല്ലെങ്കിൽ വായു ഒരു ഇൻസുലേറ്റർ അല്ലേ. അപ്പൊ ഇവിടെ നോക്ക്, ഇതൊരു പ്ലേറ്റ് ആണ്, പ്ലേറ്റ് 1 കണ്ടക്ടിങ് പ്ലേറ്റ് ആണ് കേട്ടോ. ഇത് അനദർ പ്ലേറ്റ്, പ്ലേറ്റ് 2. ഈ പ്ലേറ്റ് 1ന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തിരിക്കുന്നു, പ്ലേറ്റ് 2ന് നെഗറ്റീവ് ചാർജ് കൊടുത്തിരിക്കുന്നു. അപ്പൊ അവയുടെ ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാ? പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് നിന്ന് പുറത്തേക്ക്, നെഗറ്റീവ് നിന്ന് അകത്തേക്ക്, അല്ലെ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ഇടയിൽ ഉണ്ടാവും. ഇനി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിറൈവ് ചെയ്തതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ തിൻ ഷീറ്റ് ഓഫ് ചാർജ്. അത് എത്രയാണ് നമ്മൾ കണ്ടത്? സിഗ്മ ബൈ 2 epsilon naught, where sigma is the surface charge density. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾക്ക് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് 3 ഏരിയ കാണാം, ഈ 3 റീജിയൻ കാണാം. ഈ 1 എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, അത് ഈ പ്ലേറ്റ് 1ന്റെ മുകളിലായി. 2 എന്ന പറയുന്ന റീജിയൻ ഉണ്ട്, അത് ഈ പ്ലേറ്റ് 2ന്റെ താഴെയായിട്ട്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള റീജിയനും ഉണ്ട്. ഈ പ്ലേറ്റ് 1 അതിന്റെ മുകളിലുള്ള റീജിയനിൽ എത്രയൊക്കെ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് നോക്കാം. ഒന്ന്, ഈ പ്ലേറ്റ് 1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിന്റെ ദിശ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക്, അല്ലെ? അപ്പൊ മുകളിലേക്കായിരിക്കും പ്ലേറ്റ് 1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. പ്ലേറ്റ് 2 കാരണോ? നെഗറ്റീവിൽ നിന്ന് അകത്തേക്ക്, അപ്പൊ താഴേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ 1 എന്ന റീജിയനിൽ മുകളിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, സിഗ്മ ബൈ 2 epsilon naught. താഴേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതും സിഗ്മ ബൈ 2 epsilon naught. രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എത്ര ആയിരിക്കും? ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും അല്ലേ, അപ്പൊ അവ ക്യാൻസൽ ചെയ്യും. അപ്പൊ ഈ റീജിയൻ 1 ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ ഇസ് 0. അതേപോലെ ഈ റീജിയൻ 2 നോക്കാം. ഇവിടെ ഈ പോസിറ്റീവ് പ്ലേറ്റ് 1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക്, അപ്പൊ താഴേക്കായിരിക്കും. ഇനി നെഗറ്റീവ് പ്ലേറ്റ് കാരണോ? നെഗറ്റീവ് പ്ലേറ്റ് മുകളിലേക്കായിരിക്കും, കാരണം നെഗറ്റീവ് പ്ലേറ്റിന്റെ അകത്തേക്ക്, അപ്പൊ മുകളിലേക്ക്. അപ്പൊ 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കും. രണ്ടിന്റെയും വാല്യൂ ഒന്ന് തന്നെ, സിഗ്മ ബൈ 2 epsilon naught. അപ്പൊ അതും തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്താൽ അതിന്റെ പുറത്ത്, അതായത് ഈ പ്ലേറ്റിന്റെ മുകളിലായും ഈ പ്ലേറ്റിന്റെ താഴെയായും, അതായത് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, അത് 0 ആയിരിക്കും. എവിടെ ഉണ്ടാവുള്ളൂ? അതിന്റെ നടുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നടുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ നോക്കാം. പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക്, അതായത് താഴേക്ക്. നെഗറ്റീവിൽ നിന്നോ അകത്തേക്ക്, അതും താഴേക്കല്ലേ വരിക. അപ്പൊ രണ്ടും ഒരേ ദിശയിലാണ്. അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? ഈ രണ്ടെണ്ണത്തിനെയും തമ്മിൽ കൂട്ടണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, E is equal to sigma by 2 epsilon naught plus sigma by 2 epsilon naught.
കാരണം ഒരു പ്ലേറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് σ/2 എപ്സിലോൺ നോട്ട് ആണ്, അത് താഴേക്ക്. മറ്റേ പ്ലേറ്റ് കാരണമുള്ളതും σ/2 എപ്സിലോൺ നോട്ട് ആണ്, അതും താഴേക്ക്. ഒരേ ദിശയിലായതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും കൂട്ടാം. അപ്പൊ σ/2 എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് σ/എപ്സിലോൺ നോട്ട് പ്ലസ് ഹാഫ് ഓഫ് σ/എപ്സിലോൺ നോട്ട്. രണ്ടും കൂടി കൂട്ടിയ σ/എപ്സിലോൺ നോട്ട് എന്ന് കിട്ടി. അപ്പോ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി, അതായത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ Q ആണ് ടോട്ടൽ ചാർജ് ഓൺ എ പ്ലേറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളതിനെ Q/A എന്ന് പറയാം അല്ലെ. അപ്പൊ സിഗ്മ ഇസ് ഈക്വൽ ടു Q/A. അപ്പൊ നമ്മൾക്ക് ഇവിടെ E എന്താവും? സിഗ്മയ്ക്ക് പകരം Q/A എന്ന് കൊടുത്താല് Q/A എപ്സിലോൺ നോട്ട് എന്നാവും. പിന്നെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് E ഇസ് ഈക്വൽ ടു V/D ആണ് അല്ലെ. ആൻഡ് കപ്പാസിറ്റൻസ് C ഇസ് ഈക്വൽ ടു Q/V. അപ്പൊ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? E ഇൻറ്റു D എന്ന് കൊടുക്കാം. വിക്ക് പകരം എന്താ കൊടുത്തേ? E ഇൻറ്റു D എന്ന് കൊടുക്കുക. ആൻഡ് ഇക്ക് പകരം എന്ത് പറയാം? നമ്മൾ ഇവിടെ പറഞ്ഞു σ/എപ്സിലോൺ നോട്ട്, എന്നിട്ട് സിഗ്മയ്ക്ക് Q/A. അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന എക്സ്പ്രഷൻ C ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് A/D. ഈ ഇക്വേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. കപ്പാസിറ്റൻസ് C ഇസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് A/D. അപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, വാട്ട് ഈസ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ two parallel conducting plates separated by a small distance. You can place an insulator in between the parallel plates. അതാണ് parallel plate capacitor. അതിന്റെ കപ്പാസിറ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ C is equal to epsilon naught A/D. ഈക്വേഷൻ നന്നായി പഠിച്ചു വെക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു 2 മാർക്കിനോ ചിലപ്പോൾ 3 മാർക്കിനോ അവർ ചോദിച്ചേക്കാം, deduce the expression for capacitance due to a parallel plate capacitor. അപ്പോ ഈ ഫിഗർ വരയ്ക്കാം. ഇനി ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടോ, ഇങ്ങനെ വരച്ചാലും മതി. ഇതും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. കണ്ടോ, 2 പ്ലേറ്റ്സ് ഉണ്ട്, അവയുടെ ഏരിയ A, അവയുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ഒന്ന് സിഗ്മ ഒന്ന് മൈനസ് സിഗ്മ, ഇതിന്റെ ചാർജ് Q, ഇതിന്റെ മൈനസ് Q, അവ തമ്മിലുള്ള ദൂരം D. Deduce an expression for the capacitance of a parallel plate capacitor. 3 മാർക്കിന് ചോദിച്ചാല് ഇങ്ങനെ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. Let the 2 plates are kept parallel to each other, separated by a distance D, and cross-sectional area of each plate is A. ഇതാ ഈ ഫിഗർ. Electric field by a thin plate is equal to σ/epsilon naught. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിറൈവ് ചെയ്താണ്. Total electric field between the plates is equal to σ/2 epsilon naught plus σ/2 epsilon naught. ഈ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? σ/epsilon naught. ഇനി സിഗ്മ is the surface charge density അല്ലെ. അപ്പൊ സിഗ്മ is equal to Q/A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ E is equal to Q/A epsilon naught. ഇനി നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E into D. E into D എന്ന് പറയാന് കാരണം എന്താണ്? നമുക്കറിയാം E is equal to 1/4 pi epsilon naught Q/R square. VO 1/4 pi epsilon naught Q/R. ഒരു D ഉള്ളൂ. അപ്പോ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒപ്പം ഒരു ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടും. അപ്പൊ V is equal to ഈ ഇക്ക് പകരം Q/A epsilon naught എന്ന് കൊടുക്കുക. അപ്പൊ QD/A epsilon naught എന്നാവും. അപ്പൊ കപ്പാസിറ്റൻസ് C is equal to Q/V. അപ്പൊ ഇവിടെ വിക്ക് പകരം QD/A epsilon naught എന്ന് കൊടുക്കുമ്പോൾ ഒരു Q വെട്ടിപ്പോവും, ബാക്കി ഉണ്ടാവുന്നത് എന്താണ്? A epsilon naught by D. അപ്പൊ C is equal to A epsilon naught by D. This is the capacitance of a parallel plate capacitor. അപ്പൊ 3 മാർക്കിന് ഇത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അത് ഈ കാണിച്ച അതേ ഡെറിവേഷൻ തന്നെയാണ് കേട്ടോ, കുറച്ചുകൂടി വിശദമായി ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ വിശദമായി അറിയണമെങ്കിൽ ഇത് എഴുതാം, അതല്ലെങ്കിൽ
ഈ ഫിഗർ വെച്ചിട്ട് ഇത് എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. If the plate separation of a capacitor is 2 into 10 raised to minus 3 meter, determine the area of the plates if the capacitance is exactly 1 farad. അപ്പോൾ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? പ്ലേറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ d, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അത് എത്രയാ തന്നിട്ടുള്ളത്? 2 into 10 raised to minus 3 meter. d is equal to 2 into 10 raised to minus 3 meter. Determine the area. അപ്പൊ a എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. a is equal to what? If the capacitance is exactly 1 farad. 1 farad എന്ന് പറഞ്ഞാൽ എത്രയാണ്? capacitance c is equal to 1 farad എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ? അപ്പൊ c is equal to epsilon naught a by d. നീ what is epsilon naught? എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതുപോലത്തെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ വന്നാൽ സോൾവ് ചെയ്യാൻ അത് ആവശ്യമായിട്ട് വരും. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ ആണ് 8.85 into 10 raised to minus 12. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എത്രയാണ്? 8.85 into 10 raised to minus 12. അപ്പൊ ഇവിടെ സിക്ക് 1 എന്ന് കൊടുത്തു, എപ്സിലോൺ നോട്ടിന് 8.85 into 10 raised to minus 12 എന്ന് കൊടുത്തു. ഏരിയ എ അതുപോലെ തന്നെ വെച്ചോ, നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള സെപ്പറേഷൻ, അത് 2 into 10 raised to minus 3 എന്നും കൊടുത്തു. അപ്പോ എ ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 into 10 raised to minus 3 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോവും. 8.85 into 10 raised to minus 12 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലായിരിക്കും ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? a is equal to 2.3 into 10 raised to 8 meter square. കണ്ടോ, ഇത് വലിയൊരു ഏരിയ ആണ്. 2.3 into 10 raised to 8 അല്ലെ? അപ്പൊ 1 farad കപ്പാസിറ്റൻസ് കിട്ടണമെങ്കിൽ ആ പ്ലേറ്റുകളുടെ ഏരിയ വളരെ വലുതായിരിക്കണം. 10 raised to 8 meter square. അപ്പൊ അത്രയും വലിയ കപ്പാസിറ്റൻസ് പൊതുവെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് 1 farad എന്ന് പറയുന്ന വളരെ വലിയ കപ്പാസിറ്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സാധാരണ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് മൈക്രോ ഫാരഡോ പീക്കോ ഫാരഡോ ഒക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടി നോക്കാം. Calculate the voltage of a battery connected to parallel plate capacitor with a plate area of 2 centimeter square and a plate separation of 2 millimeter. If the charge stored on the plate is 4 picocoulomb. PC എന്ന് പറഞ്ഞാൽ picocoulomb. 1 picocoulomb എന്ന് പറഞ്ഞാൽ 10 raised to minus 12 coulomb എന്നാണ് അർത്ഥം. കേട്ടോ, ഇവിടെ എല്ലാം വ്യത്യാസമുണ്ട്. മീറ്റർ സ്ക്വയറിലല്ല, SI യൂണിറ്റിലല്ല, സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നത്. 1 centimeter square is equal to 10 raised to minus 4 meter square. അപ്പൊ ഏരിയ തന്നിരിക്കുന്നത് 2 centimeter square ആണ്. That is equal to 2 into 10 raised to minus 4 meter square. സെപ്പറേഷൻ ഡിസ്റ്റൻസ് d തന്നിരിക്കുന്നത് 2 millimeter ആണ്. മില്ലിമീറ്ററിനെ എങ്ങനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം? 10 raised to minus 3 meter ആണ്. അപ്പൊ 2 millimeter is equal to 2 into 10 raised to minus 3 meter ആണ്. പിന്നെ പീക്കോ കൂളംബ് ഞാൻ പറഞ്ഞ പോലെ 10 raised to minus 12 കൂളംബ് ആണ്. അപ്പൊ നമുക്ക് ഏതായാലും ഫോർമുലയിൽ ഇട്ട് നോക്കാം. C എത്രയാ? C is equal to epsilon naught A by D എന്ന് പറഞ്ഞു. അപ്പൊ C is equal to epsilon naughtന്റെ വാല്യൂ ഞാൻ പറഞ്ഞില്ലേ പഠിക്കണം എന്ന്, 8.85 into 10 raised to minus 12. ഈ പ്രോബ്ലത്തിലും ആവശ്യമായിട്ട് വന്നു. ഇനി ഏരിയ A is equal to 2 into 10 raised to minus 4 meter സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഡിവൈഡഡ് ബൈ D. D എത്രയാണ്? 2 into 10 raised to minus 3. Minus 3, 10 raised to minus 3 വന്നത് മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8.85 into 10 raised to minus 13 എന്ന് കിട്ടും. ഇനി നമ്മള് സിക്ക് ഈ ഫോർമുല മാത്രല്ല
ആദ്യം വാട്ട് ഈസ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ ഡിഫൈൻ ചെയ്ത ഫോർമുല എന്താണ്? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. നമുക്കിവിടെ വോൾട്ടേജ് ആണ് കാണണ്ടേ അല്ലെ? ചാർജ് തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ സിക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ചാർജ് തന്നിട്ടുണ്ട് 4 പീക്കോ കൂളംബ് ആണ്, അതായത് 4 × 10⁻⁻12 കൂളംബ് ആണ്. ഇനി വോൾട്ടേജ് കാണണം. അപ്പൊ ഡിവൈഡഡ് ബൈ വി, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ക്യൂക്കും സിക്കും കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ വി ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? വിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ ഇത് താഴേക്ക് വരും. അപ്പൊ 4 × 10⁻12 ഡിവൈഡഡ് ബൈ 8.85 × 10⁻13 വരും. അപ്പൊ അതിന്റെ ഉത്തരം എത്രയാണ്? 4.5 വോൾട്സ്. അപ്പൊ 4.5 വോൾട്സ് ആണ് പൊട്ടൻഷ്യൽ. അപ്പോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ തന്നെയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കേണ്ട ഒരു പ്രോബ്ലം നോക്കാം. The given graph shows the variation of charge Q versus potential difference V for two capacitors C1 and C2. Both the capacitors have same plate separation, but plate area of C2 is greater than C1. Which line, A or B, corresponds to C1 and why? ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതില് Q എന്ന ചാർജ് y ആക്സിസിലും x ആക്സിസില് പൊട്ടൻഷ്യലും എടുത്തിട്ടുണ്ട്. For capacitors C1 and C2. ഇതിൽ ഏതാണ് C1ന്റെ ലൈൻ എന്ന് പറയണം. എ ആണോ ബി ആണോ C1നെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയണം. ഇവിടെ വേറെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്താണ്? ഏരിയ ഓഫ് C2 ഇസ് ഗ്രേറ്റർ ദാൻ C1. അതാണ് തന്നിരിക്കുന്നത് അല്ലെ? നമുക്കറിയാം കപ്പാസിറ്റർ C ഇസ് ഈക്വൽ ടു ε0 A/d. അതിന്റെ രണ്ടിന്റെയും പ്ലേറ്റ് സെപ്പറേഷൻ സെയിം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡി. അപ്പൊ ഡി രണ്ടിന്റെയും സെയിം ആണ്. ഏരിയക്ക് വ്യത്യാസമുണ്ട്. കണ്ടോ? എ കൂടുമ്പോൾ കപ്പാസിറ്റൻസും കൂടണം. കാരണം എ ന്യൂമറേറ്ററിലല്ലേ ഉള്ളത്. അപ്പോ ഏരിയ കൂടുമ്പോ കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ C2നല്ലേ കൂടുതൽ ഏരിയ ഉള്ളത്. അപ്പൊ C2ന്റെ കപ്പാസിറ്റൻസ് C1നേക്കാട്ടിലും കൂടുതലായിരിക്കും. Since the area of C2 is greater than C1, the capacitance of C1 will be less than C2. അപ്പൊ C1ന്റെ കപ്പാസിറ്റൻസ് കുറവും C2ന്റെ കൂടുതലും ആയിരിക്കും. ഇനി ഈ ഗ്രാഫിലേക്ക് നോക്കുക. കപ്പാസിറ്റൻസിന്റെ വേറെ ഫോർമുല എന്താണ്? Q/V. Q/V. ഇതിന് മുമ്പൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഇയറില്. ഈ y/x എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആണ്. അപ്പൊ Q/V എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആണ്. ഇതിൽ ഏതിനാ കൂടുതൽ സ്ലോപ്പ് ഉള്ളത്? ബിക്കാണോ എക്കാണോ? എക്കാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത് അല്ലെ? എക്കാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്. കണ്ടോ? ഈ ആംഗിൾ അല്ലേ കൂടുതൽ, ടാൻ തീറ്റ കൂടുതലാണ്, സ്ലോപ്പ് കൂടുതലാണ്. അപ്പൊ എക്ക് Q/V കൂടുതലാണ്. എന്റെ കപ്പാസിറ്റൻസ് ആയിരിക്കും കൂടുതൽ. അപ്പൊ എ എന്ന് പറയുന്നത് C2നെയും ബി എന്ന് പറയുന്ന കുറഞ്ഞ കപ്പാസിറ്റൻസ് C1നെയും ആയിരിക്കും കാണിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ലൈൻ ബി കറസ്പോണ്ട്സ് ടു C1 because the slope Q/V of B is less than the slope of A. അപ്പൊ Q/V കപ്പാസിറ്റൻസ് ആണ്, അത് സ്ലോപ്പും ആണ്. അപ്പൊ സ്ലോപ്പ് കൂടുതലുള്ളതിന് കൂടുതൽ കപ്പാസിറ്റൻസും കുറവുള്ളതിന് കുറവ് കപ്പാസിറ്റൻസും ആണ്. അപ്പൊ C2നാണ് വലിയ ഏരിയ എന്ന് കണ്ടപ്പോ നമുക്കറിയാം C2ന്റെ ആയിരിക്കും വലിയ കപ്പാസിറ്റൻസ്. അപ്പൊ സ്ലോപ്പ് കൂടുതലുള്ള എ ആയിരിക്കും C2. അപ്പൊ മറ്റേ ലൈൻ ബി, അതിന്റെ സ്ലോപ്പ് കുറവാണ്, അതായിരിക്കും കുറവ് കപ്പാസിറ്റൻസ്. അപ്പൊ ബി എന്ന് പറയുന്നത് C1 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഒരു രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ε0 A/d. എ വെച്ചിട്ട് ഏരിയ വെച്ച് എങ്ങനെ കപ്പാസിറ്റൻസ് മാറുന്നു എന്നും C is equal to Q/V സ്ലോപ്പ് ഓഫ് ദ കർവ് ആണെന്നും അറിയാൻ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
ഇനി അടുത്ത ടോപ്പിക് വരുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഈ കപ്പാസിറ്റേഴ്സിനെ രണ്ട് തരത്തിൽ കമ്പൈൻ ചെയ്യാം. ഒന്ന് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. ഇൻ സീരീസ് എന്ന് പറഞ്ഞാല് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്. അപ്പൊ ഇതൊക്കെ കപ്പാസിറ്റേഴ്സ് ആണ്, രണ്ട് പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പൊ ഇത് കപ്പാസിറ്റർ C1, ഇത് C2, ഇത് C3, അങ്ങനെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതിനെ മൂന്നിനെയും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം കൂടി ഒരു V എന്ന വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആവും, അത് V1. കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആവും, അത് V2. കുറച്ച് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആവും, അത് V3. അപ്പൊ ആകെയുള്ള വോൾട്ടേജ് V എത്രയാണ്? V1 പ്ലസ് V2 പ്ലസ് V3. അപ്പൊ V എന്നുള്ള ഒരു വോൾട്ടേജ് ഉള്ള സോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് 3 വോൾട്ടേജ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്രയൊക്കെയാണ്? V1, V2, V3. അപ്പൊ ടോട്ടൽ V is equal to V1 plus V2 plus V3. ഇനി നമ്മൾ കപ്പാസിറ്റൻസിന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. C is equal to Q by V. അപ്പൊ V is equal to എത്രയായിരിക്കും? Q divided by C. Q divided by C ആണ് അല്ലെ? അപ്പൊ നമ്മൾ Vക്ക് പകരം Q by C, V1ന് പകരം Q by C1, V2ന് പകരം Q by C2 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിലും Q കോമൺ ആയിട്ട് വരും. അപ്പൊ Qനെ എല്ലാത്തിലും ക്യാൻസൽ ചെയ്യാം. അങ്ങനെ നമുക്ക് കിട്ടിയതാണ് 1 by C is equal to 1 by C1 plus 1 by C2 plus etc. അപ്പോ കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കാണാൻ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കുക? 1 by C is equal to 1 by C1 plus 1 by C2 plus etc. ഇനി ഇതുപോലെ n കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് 1, 2, 3, 4, 5, 6 അങ്ങനെ കുറെ കപ്പാസിറ്റേഴ്സ് ഒന്നിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ കപ്പാസിറ്റേഴ്സിന്റെയും വാല്യൂ ഒന്ന് തന്നെയാണ് എങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ അതിന്റെ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെയായിരിക്കും? CS എന്ന് പറഞ്ഞാല് സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴുള്ള ഈക്വാലന്റ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു C/N എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഉദാഹരണത്തിന് എന്റെ കയ്യില് 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓരോ കപ്പാസിറ്റൻസിന്റെയും വാല്യൂ 6 മൈക്രോ ഫാരഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ 6 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് ഞാൻ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈക്വാലന്റ് എത്ര കിട്ടും? 6 മൈക്രോ ഫാരഡ് ഡിവൈഡഡ് ബൈ 3. അതെത്രയാ? 6/3 എത്രയാണ്? 2 മൈക്രോ ഫാരഡ്. അപ്പൊ കണ്ടോ, സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സീരീസ് ആയിട്ട് 6 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള 3 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻ ഇഫക്റ്റ് കിട്ടുന്നത് ആകെ എത്ര കപ്പാസിറ്റൻസ് ആയിരിക്കും? 2 മൈക്രോ ഫാരഡ് ആണ് കിട്ടുന്നത്. അപ്പൊ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈക്വാലന്റ് കപ്പാസിറ്റൻസ് കുറഞ്ഞാണ് വരിക. ഇനി അടുത്തത് നമ്മൾക്ക് നോക്കാനുള്ളത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. പാരലൽ ആയി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഒന്ന് C1, മറ്റേത് C2, അടുത്തത് C3. ഈ 3 ഓരോ പ്ലേറ്റ് തമ്മിൽ കണക്ട് ചെയ്ത് ഇത് 3 കൂടി ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, സെല്ലിന്റെ പോസിറ്റീവിലേക്ക്. മറ്റേ 3 പ്ലേറ്റ്സും കൂടി ഒന്നിച്ചാക്കിയിട്ട് അതിന്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയാ. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഓരോ കപ്പാസിറ്റേഴ്സിലേക്കും പോകുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. കാരണം 3 കണക്ട് ചെയ്തിരിക്കുന്ന ഒരേ സെല്ലിന്റെ 2 അറ്റത്തിലേക്കല്ലേ.
അപ്പോൾ ഈ മൂന്നിനും ഒരേ വോൾട്ടേജ് വി ആയിരിക്കും കിട്ടുക. പക്ഷെ ചാർജ് ഇങ്ങനെ വരുമ്പോ സപ്പോസ് ഇവിടുന്ന് നെഗറ്റീവ് ഇലക്ട്രോൺസ് ഇങ്ങനെ ഓടി ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് ഇലക്ട്രോൺസ് മുകളിലേക്ക് പോകും, കുറച്ച് ഇലക്ട്രോൺസ് ഇവിടേക്ക് പോകും, കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകും. അപ്പൊ ഈ മൂന്നിനും കിട്ടുന്ന ചാർജിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഒന്നിന് കിട്ടിയ ചാർജ് Q1, മറ്റേതിന് Q2, മറ്റേതിന് Q3. ഒരു പ്ലേറ്റിൽ നെഗറ്റീവ് ആവുമ്പോൾ മറ്റേ പ്ലേറ്റിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പോ ടോട്ടൽ ചാർജ് Q എന്നെടുത്താൽ അത് 3 കപ്പാസിറ്റേഴ്സിനും കൂടി പോകുമ്പോൾ ടോട്ടൽ ചാർജ് Q is equal to എത്രയായിരിക്കും? Q1 plus Q2 plus Q3. അപ്പൊ അങ്ങനെ പോകും ടോട്ടൽ ചാർജ് Q1 plus Q2 plus എങ്ങനെ. പിന്നെ നമുക്കറിയാം C is equal to Q by V എന്നാണ് അല്ലെ. അപ്പൊ Q is equal to എത്രയാ? V അപ്പുറത്തേക്ക് പോകുമ്പോ C into V എന്ന് വരും. അപ്പൊ Q is equal to C into V എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് CV is equal to C1V plus C2V plus C3V. കാരണം V എല്ലാത്തിനും ഒന്നല്ലേ. അപ്പൊ രണ്ട് സൈഡിലും എല്ലാ ടേംസിലും V ഉള്ളത് കൊണ്ട് വിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുന്നത് C is equal to C1 plus C2 plus C3 അങ്ങനെ പോകും. അപ്പോ if there are n capacitors of equal capacitance, total capacitance or the equivalent capacitance when they are connected in parallel, Cp is equal to n into C. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കയ്യിൽ 6 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് മൂന്നിനെയും കൂടി ഞാൻ അങ്ങനെ പാരലലായി കണക്ട് ചെയ്താൽ അതിന്റെ ഈക്വാലന്റ് കപ്പാസിറ്റൻസ് എത്രയായിരിക്കും? 3 into 6 മൈക്രോഫാരഡ്. 3 into 6 എത്രയാണ്? 18 അല്ലെ. അപ്പൊ 18 മൈക്രോഫാരഡ്. അപ്പൊ പാരലൽ ആയിട്ട് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവയുടെ കപ്പാസിറ്റൻസ് കൂടും. സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ അവയുടെ ടോട്ടൽ കപ്പാസിറ്റൻസ് കുറയും. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ഫോർമുലയും പഠിക്കണം. പാരലലായി നമ്മൾ കണക്ട് ചെയ്താൽ ഈക്വാലന്റ് കപ്പാസിറ്റേഴ്സ് കാണിക്കാൻ ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ CS is equal to C by n എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സീരീസ് ആയിട്ടാണെങ്കിൽ C is equal to C1 plus C2 plus C3. അങ്ങനെ സോറി പാരലൽ ആണെങ്കിൽ ഇതുപോലെ ഇതായിരിക്കും ഇക്വേഷൻ. n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ Cp is equal to n into C. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പൊ രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. C1 is equal to 10 farad, C2 is equal to 5 farad. Determine the effective capacitance for C1 and C2 connected in series and in parallel. ആദ്യം in series ആണെങ്കിൽ എന്താണ് ഫോർമുല? 1 by C is equal to 1 by C1 plus 1 by C2. 1 by C is equal to 1 by 10 plus 1 by 5. ഇങ്ങനെ വന്നാല് നമ്മൾ ഡിനോമിനേറ്റർ രണ്ടിന്റെയും സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഈ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ഇത് 10 ആവുക. അപ്പോ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് 2 by 10 ആവും. അപ്പൊ 1 by 10 plus 2 by 10 എന്താവും? 3 by 10 ആവും. 3 by 10 ആയി കഴിഞ്ഞാൽ ഓർക്കുക 1 by C ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ C കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ കാണണം, അതിനെ തിരിച്ചിടണം. അപ്പോ 10 by 3 എന്ന് കാണാം. C is equal to 10 by 3. 10 by 3 എത്രയാണ്? 3.3. 333 എന്നിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഒരു ഡെസിമൽ പ്ലേസ് എടുക്കുന്നുള്ളൂ. അപ്പൊ C is equal to 3.3 farad. അപ്പൊ കണ്ടോ 10 ഫാരഡും 5 ഫാരഡും പാരലലായി സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 3.3 ഫാരഡ് ആണ്. ഇനി ഈ രണ്ട് കപ്പാസിറ്റേഴ്സിനെ പാരലലായി കണക്ട് ചെയ്താൽ C is equal to C1 plus C2. അപ്പോ C1 എത്രയാണ്? 10. C2 എത്രയാണ്? 5. അപ്പൊ C is equal to 10 plus 5 എത്രയാണ്?
15 farad. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക. പാരലൽ ആവുമ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ മതി, സീരീസ് ആവുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇനി ചിലപ്പോ നിങ്ങൾക്ക് ഇതുപോലെ ചിത്രം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം എങ്ങനെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്, അത് വെച്ച് സോൾവ് ചെയ്യണം. അപ്പൊ അതുപോലെയുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. 3 capacitors, C1 is equal to 2 microfarad, C2 is equal to 4 microfarad, C3 is equal to 4 microfarad are connected in series and parallel. Determine the capacitance of a single capacitor that will have the same effect as the combination. അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ C1 2 microfarad ആണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ തന്നെ അങ്ങോട്ട് എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. C2 4 microfarad ആണ്. C3 4 microfarad ആണ്. ഇനി ഈക്വാലന്റ് കപ്പാസിറ്റൻസ് കാണാം. അപ്പൊ ഈ ചിത്രത്തിൽ നിന്ന് അറിയാം C2ഉം C3യും കണ്ടോ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ കാണാന് capacitor C2 and C3 are connected in parallel. Therefore, the equivalent capacitance CP is equal to C2 plus C3. Parallel ആവുമ്പോൾ എന്ത് ചെയ്താൽ മതി, രണ്ടിനെയും കൂടി കൂട്ടിയാൽ മതി. 4 plus 4 that is equal to 8 microfarad. ഇനി ഈ C1 എന്ന് പറയുന്നത് ഈ C2 C3 പാരലൽ കോമ്പിനേഷന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ C1 ആൻഡ് CP ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോ 1/C is equal to 1/C1 plus 1/CP. ഈ പാരലൽ കോമ്പിനേഷനെയാണ് CP എന്ന് പറയുന്നത്. അപ്പൊ 1/C1 plus 1/CP, 1/C1, C1 2 മൈക്രോ അല്ലേ, അപ്പോ 1/2 പ്ലസ് CP നമുക്ക് കിട്ടി 8 ആണ്, 1/8. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആക്കാൻ നോക്കണം. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടൂലേ. അപ്പൊ എന്ത് ചെയ്യാ, 1/2ല് 1നെയും 2നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂ മാറില്ലല്ലോ. അപ്പൊ 1/2നെ എങ്ങനെ എഴുതാം, 4/8 പ്ലസ് 1/8. 4/8 പ്ലസ് 1/8 എത്ര, 5/8. ഇങ്ങനെ എഴുതിയാ പോരാ, കാരണം 1/C ആണ് 5/8. അപ്പൊ C എന്തായിരിക്കും, അതിനെ തിരിച്ചിടണം, 8/5 മൈക്രോഫാരഡ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇനി ഇങ്ങനെ പിക്ചർ വെച്ചിട്ടുള്ള കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഒരു പ്രോബ്ലം കൂടി ഇതുപോലുള്ള സോൾവ് ചെയ്യാണ്. കാരണം ഈ പാരലൽ സീരീസ് കോമ്പിനേഷനിൽ നമ്മൾക്ക് ആ ഡെറിവേഷനെക്കാട്ടിലും പ്രതീക്ഷിക്കാവുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പൊ 5 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. C1 equal to 2 microfarad, C2 is equal to 4 microfarad, C3 is equal to 6 microfarad, C4 is equal to 5 microfarad, C5 is equal to 10 microfarad are connected in series and parallel. ഈ ഫിഗർ തന്നിട്ടുണ്ടാവും. Determine the capacitance of a single capacitor that will have the same effect as the combination. അപ്പോൾ ഇവിടെ നമുക്കറിയാം C2ഉം C3യും എങ്ങനെയാണ്, പാരലൽ ആണ് അല്ലെ. Capacitors C2 and C3 are connected in parallel. അപ്പൊ അവയുടെ ഈക്വാലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെയാ, പാരലൽ ആവുമ്പോ C2 plus C3. അപ്പൊ 4 plus 6, C2ഉം C3നും വാല്യൂ ഇവിടുന്ന് എടുത്തു കേട്ടോ, 4ഉം 6ഉം. അപ്പൊ 10 മൈക്രോഫാരഡ് എന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഈ രണ്ടെണ്ണത്തിനെയും കൂടി CP എന്ന് കാണാം. അപ്പൊ C1ഉം CPയും C4ഉം C5ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ C1, CP, C4 and C5 are connected in series. അപ്പൊ അവയുടെ ഈക്വാലന്റ് കപ്പാസിറ്റൻസ് കാണാൻ എങ്ങനെയാണ്, 1/C is equal to 1/C1 plus 1/CP plus 1/C4 plus 1/C5. അപ്പൊ 1/C is equal to ഇതൊക്കെ തമ്മിൽ കൂട്ടണം. കൂട്ടിക്കഴിയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ. 10 ആക്കിയാലോ, അപ്പൊ 2നെ 10 ആക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 5 ചെയ്യണം. അപ്പൊ മുകളിലും താഴെയും ഇൻറ്റു 5 ചെയ്തു. അപ്പൊ 1 × 5 5, 2 × 5 10. ഇനി ഇവിടെയാണ് വ്യത്യാസമുള്ള ഡിനോമിനേറ്റർ. 5നെ 10 ആക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലെ. അപ്പൊ മുകളിലും താഴെയും ഇൻറ്റു 2 ചെയ്തു. അപ്പൊ 1 × 2 2, 5 × 2 10.
എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? അപ്പൊ നമുക്ക് വേഗം കൂട്ടാം. 5/10 plus 1/10 plus 2/10 plus 1/10. 5 plus 1 6, 6 plus 2 8, 8 plus 1 9. അപ്പൊ 1/c is equal to 9/10. ശ്രദ്ധിക്കുക, 1/c ആണ് 9/10. അപ്പൊ c എന്തായിരിക്കും? നേരെ തിരിച്ചിട്ടാ മതി, 10/9 മൈക്രോഫാരഡ്. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ടോപ്പിക്കും കൂടി ഉണ്ട്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പൊ വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ? E is equal to Q²/2C. ഈ ഫോർമുല പഠിക്കാം. അപ്പൊ ചാർജും കപ്പാസിറ്റൻസും ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാല് ഈ ഫോർമുല ഉപയോഗിക്കാം. ഇനി കപ്പാസിറ്റൻസും വോൾട്ടേജും ആണ് തന്നിട്ടുള്ളതോ, ½ അതല്ല, ചാർജും വോൾട്ടേജും ആ തന്നിട്ടുള്ളതെന്ന് വിചാരിച്ചാലോ ½ അപ്പൊ ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്ററിന് ഉപയോഗിക്കാം. ഞാൻ പൊതുവെ ഈ ഇക്വേഷൻ മാത്രമാണ് പഠിക്കാറ്, ½ ഇതൊരു ½ പോലല്ലേ, അതുകൊണ്ട് എളുപ്പമാണ് ഓർമ്മ വെക്കാൻ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ E is equal to ½ പിന്നെ സിന്റെ വാല്യൂ അറിയാലോ, C is equal to Q/V. അപ്പൊ ആ ഫോർമുല വെച്ചിട്ട് ബാക്കി രണ്ടും നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ ഫോർമുലയും കൂടി ഒന്ന് ഓർത്തു വെക്കുക, U is equal to ½ അപ്പോ എനർജി ഡെൻസിറ്റി കാണാനുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഈ ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ε0 അറിയാം, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അതിന്റെ വാല്യൂ പഠിച്ചിരിക്കണം, 8.85 × 10⁻⁻12 ആണ്. E എന്ന് പറയുന്നത് എന്താണ്? എനർജി ആണ് അല്ലെ? അപ്പൊ എനർജി നമ്മൾക്ക് ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു പ്രോബ്ലം കൂടി നോക്കിക്കഴിഞ്ഞ് നമുക്കിത് നിർത്താം. A capacitor connected to a 12-volt battery holds 36 microcoulomb of charge on each plate. What is the capacitance of the capacitor and how much electric potential energy is stored in the capacitor? എന്തൊക്കെയാ തന്നിട്ടുള്ളത്? Capacitor connected to a 12-volt battery. അപ്പോൾ വോൾട്ടേജ് വന്നിട്ടുണ്ട്, V is equal to 12 volt. Holds 36 microcoulomb of charge. അപ്പൊ Q തന്നിട്ടുണ്ട് 36 microcoulomb. What is the capacitance? നമുക്കറിയാം C is equal to Q/V. Q തന്നിട്ടുണ്ട് 36 microcoulomb. അപ്പൊ 3.6 × 10⁻⁻6 പറഞ്ഞാൽ 36 × 10⁻⁻6 എന്ന് പറഞ്ഞാലും മതി, ഡിവൈഡഡ് ബൈ 12 volt. അത് ചെയ്ത് കഴിയുമ്പോൾ 3 × 10⁻⁻6 ഫാരഡ് എന്ന് കിട്ടും. ഇനി ഹൗ മച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് തന്നെയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാലും എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ C എന്ന് പറയുന്ന എത്രയാണ് ഇവിടെ കണ്ടു. അപ്പൊ ഒന്നുകിൽ ½ എന്നുള്ള ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം, കാരണം നമുക്ക് C കണ്ടുപിടിച്ചു, V വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതല്ല, നിങ്ങൾ ഈ ഇക്വേഷൻ ആണ് ഓർമ്മ വെച്ചിരിക്കുന്നത്, ½ എന്നാണെങ്കിൽ അതും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ചാർജും വോൾട്ടേജും അറിയാലോ. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ½ ആണ്, കാരണം ഈ ഇക്വേഷൻ ആണ് ഞാൻ എപ്പോഴും ഓർത്തിരിക്കാറ്. അപ്പൊ ½ എന്ന് പറഞ്ഞാൽ 0.5. C എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 3 × 10⁻⁶. വോൾട്ടേജ് V തന്നിട്ടുണ്ട് 12 volt × 12. അപ്പൊ ഈ ചെയ്ത് കഴിയുമ്പോൾ 12 സ്ക്വയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഈക്വൽ ടു 2.2 × 10⁻⁻4 joules. അത് എനർജി അല്ലേ, അതുകൊണ്ടാണ് യൂണിറ്റ് ജൂൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ പാഠത്തിലുള്ള ഫോക്കസ് ഏരിയ, കണ്ടന്റും കുറച്ച് പ്രോബ്ലംസും പഠിച്ചു. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുകയും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് എഴുതി പഠിക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 12 മാർക്ക് ഷുവർ ആയിട്ടും ഈ വരുന്ന +2 പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി പാസ്സാവട്ടെ.